എടപ്പള്ളി പുക്കാട്ടോടി ബസ് റൂട്ടിനോട് വളരെ അടുത്തായിട്ട് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എടപ്പള്ളിയിലേക്ക് ഈസി ആക്സസ് ഉള്ളൊരു സ്ഥലവും കൂടിയാണ്. കളമശ്ശേരി തൊട്ടടുത്ത് തന്നെയാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കാക്കനാടിനോടും അടുത്താണ്. തൊട്ടടുത്തായിട്ട് വിദ്യോദയ സ്കൂളുണ്ട്. എല്ലാ സ്കൂൾ വണ്ടികളും പോകുന്ന റൂട്ടിനോടും വളരെ അടുത്തായിട്ടൊരു വില്ല പ്രോജക്റ്റിനകത്താണ്. 3.4 സെൻറ്റ് സ്ഥലത്തിൽ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂണിറ്റിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. ബോക്സി ഡിസൈനിലുള്ള എലവേഷനാണ് വീടിന് കൊടുത്തിട്ടുള്ളത്. ടൈല് വിരിച്ചിട്ടുള്ള 4 മീറ്റർ റോഡും വന്നിട്ടുണ്ട് ഫ്രണ്ടേജ് ആയിട്ട്. ഇത് നമുക്ക് നേരെ വീടിനകത്തേക്ക് വരാം, അതായത് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. സ്ലൈഡിങ് ഗേറ്റും ഫോൾഡിങ് ഗേറ്റും ആണ്. സ്ക്വയർ ട്യൂബിലാണ് ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. നേരെ അകത്തേക്ക് കയറാം. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. ടൈലാണ് വൈകിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഈ ഭാഗമാണ് ഈസ്റ്റ് സൈഡ് വരുന്നത്. അപ്പം വീടിൻ്റെ ഫേസ് വരുന്നത് ഈസ്റ്റിലേക്കാണ്. ചുറ്റും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസിലേക്ക് വരാം. ഇവിടെയും വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. അങ്ങനെ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് മുറ്റത്ത് ഒരുക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിൽ നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങ് അറ്റത്ത് ഒരു ടാപ്പ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്ക് കയറുവാണ്. സിറ്റൗട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. കൂടാതെ ടൈലിൻ്റെ പാറ്റേണും അകത്ത് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രധാന പില്ലറിൽ ടെക്സ്ചർ വർക്കും വന്നിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഡോർ വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. നേരെ നമുക്ക് അകത്തേക്ക് കയറാം. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. നല്ല മരത്തിൽ തീർത്ത ഡോറ് വന്നിട്ടുണ്ട്. ലിവിങ് സ്പേസിലേക്ക് വരാം. വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്, ഇത് വെസ്റ്റ് സൈഡാണ്. അപ്പം സൗത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. വലിപ്പമുള്ളൊരു കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റ് വരുന്നുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. കൂടാതെ ഒരു വുഡിൻ്റെ ടെക്സ്റ്റുള്ളൊരു പെയിൻറ്റിൻ്റെ വർക്കും കാണാവുന്നതാണ്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. 3 പാളി ജനലും വന്നിട്ടുണ്ട്. ഇനി ടി യൂണിറ്റിലേക്ക് വരാം. സ്റ്റെയർ ഏരിയയോട് ചേർന്ന് തന്നെയായിട്ടാണ് ടി യൂണിറ്റ് കൊടുത്തുള്ളത്. വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സ്റ്റെപ്പിൻ്റെ ഡിസൈൻ അനുസരിച്ച് തന്നെയാണ് ഇതിൻ്റെ വർക്കും പോയിട്ടുള്ളത്. പിന്നെ ഈ ഭാഗം വരികയാണെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറും മറ്റും വയ്ക്കാനുള്ള സ്പേസും നമുക്കിവിടെ ഉണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. അതിവിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണെന്ന് പറയാം. കാരണം കിച്ചനോട് ചേർന്ന് തന്നെയാണ് ഈ ഡൈനിങ് ഏരിയ വന്നിട്ടുള്ളത്. വലുപ്പമുള്ളൊരു ഡൈനിങ് ടേബിൾ ഇടാം. 6 ചെയറോ 8 ചെയറോ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. ഇത് വരുന്നത് സൗത്ത് സൈഡാണ്. പിന്നെ ഇവിടെയായിട്ടാണ് നമുക്ക് കിച്ചൺ വന്നിട്ടുള്ളത്. അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കിച്ചൺ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സെപ്പറേഷനും വർക്കുകളൊക്കെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഫാൻസി ലൈറ്റ് വന്നിട്ടുണ്ട്. കിച്ചണിലേക്ക് വരാം. എൽ ഷേപ്പിൽ നാനോ വൈറ്റ് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുകയാണ്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 2 ടാപ്പ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. സിങ്ക് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗങ്ങളെല്ലാം ടൈലൊട്ടിച്ച് കവർ ചെയ്തിട്ടുണ്ട്. ആ ടൈലിൻ്റെ പാറ്റേൺ വരുന്നതൊക്കെ വൈറ്റാണ്. ധാരാളം പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഈ ഭാഗം ഈസ്റ്റ് സൈഡാണെന്ന് പറഞ്ഞു. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. അതിന് മേലെയായിട്ട് എക്സോസ്റ്റിനുള്ളൊരു പോയിൻ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പം നല്ല ഭംഗിയുള്ളൊരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള പോയിൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ വർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത്. കവേർഡായിട്ടുള്ളൊരു വർക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഔട്ട് സൈഡിലായിട്ട്, അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് വെല്ല് വന്നിട്ടുണ്ട്. ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. ഇനി ടാപ്പ് പോയിൻ്റ് വരാനുണ്ട്. ഇനി ഇത്രയും ഭാഗം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്. ഫുള്ള് ടൈലൊട്ടിച്ചിട്ടുണ്ട്. അടച്ചുറപ്പുള്ള നല്ലൊരു വർക്ക് ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയ തന്നെയാണ്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. നോർത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം ഒരു 13 അടി നീളവും 12 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്.
ഇത് വെസ്റ്റ് സൈഡ് 3 പാളി ജനൽ, ഇത് നോർത്ത് സൈഡ് അവിടെയും 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിളും വരുന്നുണ്ട്, അതിനും സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. പിന്നെ ഫാൾ സീലിങ്ങിൻ്റെ വർക്കിൽ എല്ലാത്തിലും ഒരു വുഡിൻ്റെ ഒരു ബീഡിങ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റും വരുന്നുണ്ട്. അപ്പം എ സിയുടെ പോയിന്റുകളെല്ലാം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുമുണ്ട്. അപ്പം നല്ലൊരു മാസ്റ്റർ ബെഡ്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അപ്പർ ലിവിങ്ങിലേക്ക് പോകാം. ഡൈനിങ് ഏരിയനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു വാഷ് കൗണ്ടറിൻ്റെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ വാഷ് ബേസിനാണ് വരുന്നത്. അപ്പം താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഒരു ഗ്രാനൈറ്റിന് മേലെയാണ് വാഷ് ബേസിൻ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെയായിട്ട് മിററിൻ്റെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. അപ്പം വാഷ് കൗണ്ടർ വരുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നും മാറി ഒതുങ്ങിയാണ്. ഇനി നമുക്ക് അപ്പർ ലിവിങ്ങിലേക്ക് പോകാം. സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് വുഡിലാണ്. വുഡും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തുള്ളത്. പിന്നെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാൻഡിലിൻ്റെ വർക്കാണ്. അതിൽ വുഡും സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും കൂടി ചേർത്തിട്ടാണ് ചെയ്തുള്ളത്. നല്ലൊരു ഡിസൈൻ അവിടെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേലേക്ക് കയറാം. ഹാൻഡ് റെയിലിൻ്റെ വർക്ക് താഴെ നിന്ന് മേലെ വരെ കവർ ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ വുഡിൻ്റെ ബീഡിങ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ അപ്പർ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് ഒരു എൽ ഷേപ്പിലാണ് വന്നുള്ളത്. ഈ ഭാഗമൊക്കെ റീഡിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ള ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നല്ല വിൻഡോസുകൾ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും കൊടുത്തുള്ളത്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. ഫ്രണ്ടിലായിട്ട് ഭംഗിയുള്ളൊരു ബാൽക്കണിയും കൂടി ഇതിന് വരുന്നുണ്ട്. ഇങ്ങനെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങ് അറ്റം വരെ സ്പേസ് ഉണ്ട്, പക്ഷേ നമുക്ക് അത്രയും സ്പേസ് നമുക്ക് യൂസ്ഫുൾ അല്ല. അവിടെ നമുക്ക് ചെടികളൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കാവുന്നതാണ്. ഏറ്റവും യൂസേജ് വരുന്നത് ബാൽക്കണിയുടെ ഈ ഭാഗം മാത്രമാണ്. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിൻ്റെ സ്പേസിലേക്ക് വരാം. ഇപ്പം നമ്മൾ അപ്പർ ലിവിങ്ങിൽ ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡ്. അപ്പം സൗത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരും. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. ഈ ബാത്റൂമിലേക്ക് കയറുന്ന ഭാഗത്ത് നല്ലൊരു കബോർഡ് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു മിറർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിംഗ് ടേബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ, മിറർ, ഷവർ കോക്ക്, 2 ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, സിംഗിൾ പീസ് ക്ലോസറ്റാണ് വന്നുള്ളത്. സെറയുടെ ഫിറ്റിങ്സ് ആണ്. ടൈല് ഫുള്ളും വന്നിരിക്കുന്നത് മാറ്റ് ഡിസൈനിലാണ്. എക്സോസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. നേരെ നമ്മളിതിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളവും 11 അടി വീതിയുമാണ്. അപ്പോൾ ഈ ഭാഗം വരുന്നതാണ് ഈസ്റ്റ് സൈഡ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഫാസീലും വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. കബോർഡിനോട് ചേർന്ന് തന്നെ ഡ്രസ്സിംഗ് ടേബിളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. വാഷ് ബേസിൻ, മിറർ, ഷവർ കോക്ക്, 2 ടാപ്പ്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ്, എക്സോസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ടൈൽ പാറ്റേണിലൊരു കളറിന് ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സാമാന്യ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോകുന്നത്. കവേർഡ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയയാണ്. ടൈൽ ഒട്ടിച്ചിരിക്കുന്നത് 2x2 മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത്. മേലെ ഫുള്ള് ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. വശങ്ങളെല്ലാം മെഷ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണിത്. അതും സ്ക്വയർ ട്യൂബിൽ ലാഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് വാട്ടർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാം. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഇനി ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് റൂഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുള്ളാണ്. മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 3 സെൻറ്റ് 250 ലെങ്സ് ലാൻഡ് ഏരിയയിൽ 1500 സ്ക്വയർ ഫീറ്റ് 3 BHK ആണ്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. അതിവിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 74.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതിന് എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ സൈറ്റ് വിസിറ്റിനും ഇതിൻ്റെ ലോൺ വർക്കിനും എല്ലാത്തിനും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.